കാര്യം കൂടി ഈ സുരേഷ് ഗോപി ജോർജ് കുര്യൻ രണ്ടുപേരാണല്ലോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. അതിൽ സുരേഷ് ഗോപി രണ്ടുപേർക്കും അതിൽ ക്യാബിനറ്റ് റാങ്ക് എന്നുള്ളത് കേരളത്തിലുള്ള എംപിമാർക്കില്ല എന്നുള്ളത് വസ്തുത. ഒപ്പം തന്നെ ഈ വകുപ്പുകൾ ഏതെങ്കിലും ആകാനുള്ള സാധ്യത അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ വരുന്നുണ്ടോ? അത്തരമൊരു സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കില്ല. കാരണം നിതിൻ ഗഡ്കരി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മന്ത്രിമാരുടെ, എസ് ജയശങ്കർ തുടങ്ങിയവരുടെ വകുപ്പുകളിൽ കാര്യമായ മാറ്റം വരാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തന്നെ അവർ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് ഏത് വകുപ്പ് കിട്ടും എന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. പക്ഷേ ഒരുപക്ഷെ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തേക്ക് നൽകിയേക്കാം. കാരണം സിനിമ നടനാണ്, ചലച്ചിത്ര താരമാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് അടക്കമുള്ള നൽകിയേക്കാം. അതല്ലെങ്കിൽ IRB മിനിസ്റ്ററുടെ സഹമന്ത്രി സ്ഥാനം നൽകുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഏതായാലും വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ജോർജ് കുര്യന് ഏത് വകുപ്പ് നൽകുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. സഹകരണ മേഖലയുമായി ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ്. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കിയതാണ്. അപ്പോൾ സഹകരണ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം കേരളത്തിൽ നിന്ന് ഒരാൾക്ക് ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ നൽകുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ട വിഷയമാണ്. റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകി. എന്നാലും നരേന്ദ്രമോദി സർക്കാർ അത് മൂന്നാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ 72 പേരാണ് ആ ടീമിലുള്ളത്. ആ 72 പേരിൽ പരിചയസമ്പത്തും യുവത്വവും ഒരേപോലെ സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ഈ ദിവസം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതേണ്ടത്. അപ്പോൾ അതാണ് രാകേഷ് പങ്കുവച്ചത്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ലഭിക്കുന്ന പൊതു സ്വീകാര്യതയും സുരേഷ് ഗോപിയുടെ ഇമേജും പാർട്ടിയുടെ മുഖം മെച്ചപ്പെടുത്തുമെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൂടെ ഇത് പ്രതിഫലിപ്പിക്കാമെന്നും നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. രാത്രിയിലും തുടരുന്ന വലിയ ആവേശം തന്നെയായിരുന്നു തൃശ്ശൂരിൽ എവിടെയും കാണാൻ കഴിഞ്ഞത്. കാരണം ലോക്സഭയിലേക്ക് ഇതാദ്യമായി BJP അക്കൗണ്ട് തുറക്കുന്നു. അതും ഏറെ പറഞ്ഞു കേട്ട തൃശ്ശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് അയക്കാൻ അവർക്ക് BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. BJPക്ക് പുറത്ത് വലിയൊരു വോട്ട് നേടുവാനും സുരേഷ് ഗോപിക്ക് വ്യക്തിഗത എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇതെല്ലാം BJPയുടെ ഈ ഒരു ആവേശത്തെ ഉയർത്തുമ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള ഒരു അംഗീകാരം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് തൃശ്ശൂരിലും കേരളത്തിൽ പൊതുവെയും തന്നെയും BJPക്ക് ഉണ്ടാവുന്നത്. ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം എന്നത് തന്നെയാണ് BJP ആലോചിക്കുന്നതും. മുന്നോട്ടുള്ള പോക്കുകളും എല്ലാം ആ രീതിയിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിന് പുറത്തും ഈ ഒരു ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇമേജും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥാനലബ്ധിയുമെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നത് തന്നെയാണ് BJP കൂടുതലായും ചർച്ച ചെയ്യുന്നത്. വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇതിലെല്ലാം BJP വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിലുള്ള BJP പ്രവർത്തകർ പൊതുവെയും പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. കാരണം നിലവിലുള്ള ഒരു വോട്ടിംഗ് ഷെയറും കാര്യങ്ങളുമെല്ലാം നോക്കുമ്പോൾ BJPക്ക് അത് തൃശ്ശൂർ കോർപ്പറേഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം അത് അവർക്ക് കൂടുതൽ ഊർജം പകരും. അത്തരം ചിന്തകളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് BJPക്ക് കഴിയുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമേജ് തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവെല്ലാം പുതിയ തലത്തിലേക്ക് BJPയുടെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPക്ക് അപ്പുറത്തേക്ക് ഒരു പൊതു സ്വീകാര്യത സുരേഷ് ഗോപിക്കുണ്ട്. അതിലൂടെ BJPക്കും അത് ലഭിക്കുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ മുന്നോട്ടുള്ള വഴികളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം നിർണായക ഘടകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെ ആഴത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടി നേതൃത്വം മുതിരുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് BJPക്ക് ക്രിസ്ത്യൻ വോട്ടുകളിലടക്കമുണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈയുണ്ട്. അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കടക്കം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുണ്ടാകും. അപ്പോൾ ഇതിലെല്ലാം മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപിയെ പ്രയോജനപ്പെടുത്തുക, സുരേഷ് ഗോപിയുടെ ഇമേജ്
തൃശ്ശൂരിന് പുറത്തും അത് ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രങ്ങൾ തന്നെയാണ് BJP മുന്നോട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇനിയുള്ള നാളുകൾ BJPക്ക് വളരെ നിർണായകം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന പോലെ തന്നെ അടുക്കും ചിട്ടയുമോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയുടെ ജില്ലാ നേതൃത്വത്തെ അടക്കം ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം വിജയിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൽ തന്നെയാണ് ശ്രദ്ധയൂന്നുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനലബ്ധി അടക്കം BJPക്ക് തൃശ്ശൂരിന് പുറത്തും സുവർണ നാളുകളാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഡാനി പോളാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇനി രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ ആവുകയാണ്. ലക്ഷ്യപ്രാപ്തിക്കായി ഏതറ്റവും വരെ പോകാനുള്ള മനക്കരുത്താണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തെ രാഷ്ട്രീയത്തിലും ഏകലവ്യനാക്കുന്നത്. ജനപക്ഷമായിരുന്നു സിനിമകളിലും സുരേഷ് ഗോപി എന്ന നേതാവിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോഴും മാറ്റമില്ല. ശരികൾക്ക് വേണ്ടി പോരാടുന്ന ജനനേതാവായി കേന്ദ്രത്തിലിനി കേരളത്തിന്റെ ശബ്ദമാകും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ. സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കേണ്ട കാലമാണ് മുന്നിൽ. പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന കഥാപാത്രങ്ങളാകാനെടുത്ത കടുത്ത പ്രയത്നങ്ങൾക്കപ്പുറമാണ് ജനാധിപത്യത്തിലെ സുരേഷ് ഗോപി എന്ന നേതാവ്. സിനിമാ താരം എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയക്കൊടി പാറിക്കാനാകില്ലെന്ന തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് സുരേഷ് ഗോപിയെ ജനകീയനാക്കിയത്. പാർലമെന്റ് അംഗമായി തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി തറ പറ്റിച്ചത് കേരള രാഷ്ട്രീയത്തിലെ ജയൻ കില്ലർ കെ മുരളീധരനെയും ജനകീയ മുഖത്തിന്റെ പര്യായമായ VS സുനിൽകുമാറിനെയുമാണ്. രാഷ്ട്രീയക്കാരനാകും മുൻപേ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങളെ സഹായിച്ചും ജനമനസ്സുകളിൽ ഇടം നേടിയ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണിത്. കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞു സഹായിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള ആ മനോഭാവമാണ് അദ്ദേഹത്തെ ജനകീയനാക്കിയത്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വളർന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന തലത്തിലെത്തിയത്. നായകവേഷത്തിൽ മിന്നുന്ന സുരേഷ് ഗോപിക്കൊപ്പം രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപിയും പലർക്കും അത്ഭുതമായി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിഗതമായ മികവുകളെ പരിഗണിച്ച നേതാവ്, വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാൾ. മലയാള സിനിമയ്ക്കും ഒപ്പം മനുഷ്യനെ സ്നേഹിക്കുന്നവർക്കും ലഭിക്കുന്ന അംഗീകാരമാണ് സുരേഷ് ഗോപിയുടെ ജനപിന്തുണ. ന്യൂസ് ഡെസ്ക്, News 18.